ഈ തെരഞ്ഞെടുപ്പിന്റെ മെയിൻ സ്ലോഗൻ എന്താണ്? വിശ്വാസ സംരക്ഷണം ഒരു മെയിൻ സ്ലോഗനാണ്. അറിഞ്ഞോ അറിയാതെയോ അയ്യപ്പന്റെ ദൃഷ്ടി LDF-ലേക്ക് ഒരു കോപത്തിന്റെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദാണ് നമുക്കിപ്പോഴുള്ളത്. നമുക്കറിയാം, നല്ല തിരക്കാണ്. പ്രചരണത്തിന്റെ തിരക്കൊക്കെ എതിരെയായി പ്രചരണം യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ റോഡ് ഷോയോട് കൂടിയാണ് എന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ എന്റെ ഒരു 2 ദിവസം മിനിഞ്ഞാന്ന് ബൂത്ത് തലം വരെയുള്ള പ്രധാന സംഘാടകരുടെ ഒരു യോഗം വിളിച്ചു. ഇന്നലെ റോഡ് ഷോ നടത്തി. അതോടെ നമ്മൾ ഫുൾ ട്രാക്കിലാണ്. ഇപ്പോൾ ഒരു സ്വിച്ച് ഇട്ടതുപോലെ, സാധാരണ വേറെ പാർട്ടികളെ കുറിച്ചാണ് പറയുന്നത്, ഞങ്ങൾ ഇന്നലെ സ്വിച്ച് ഇട്ടതുപോലെ തന്നെ മിനിഞ്ഞാന്ന് രാത്രി മുതൽ ആരംഭിച്ചു. ഇന്നലെ ഞാൻ പബ്ലിക്കായി ജനങ്ങളെ സമീപിക്കാൻ ഇറങ്ങി. ഇന്നിപ്പോൾ ജനസമ്പർക്കവുമായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കഴക്കൂട്ടം നമുക്കറിയാം, സാധാരണഗതിയിൽ 90% ഇടങ്ങളിലും UDF LDF പോരാട്ടമാണ് നടക്കുന്നത്. ചില മണ്ഡലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിലൊരു മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെ വിലയിരുത്തുന്നു? കഴക്കൂട്ടത്ത് നമ്മൾ ത്രികോണ മത്സരം ഇല്ല എന്ന് പറയുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുന്നത് പോലെയായി. യാഥാർത്ഥ്യമായി കാണും. പക്ഷേ ഒരു സത്യമുള്ളത്, കോൺഗ്രസിന്റെ ബേസ് വോട്ട് ഇവിടെ ഉണ്ട്, അടിത്തറ വോട്ട് ഇവിടെ ഉണ്ട്. കാര്യം എന്നും കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. തലേക്കുന്നിൽ ബഷീർ ജയിച്ചതും, മുഖ്യമന്ത്രിയായിരുന്ന AK ആണ് ജയിച്ചതും, പിന്നെ ഹസൻ ജയിച്ചതും, വാഗീദ് ജയിച്ചതും, ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി, പ്രത്യേകിച്ച് 10 കൊല്ലത്തിനു മുമ്പ് മണ്ഡലം പുനഃക്രമീകരണം നടന്നതിന് ശേഷം വാഗീദ് ഒരു പ്രാവശ്യം ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റു. ശശി തരൂർ ആദ്യം വരുമ്പോഴൊക്കെ വലിയ ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നമ്മൾ പിറകിൽ പോയി. അപ്പോൾ ആ സമയത്ത് തിരുവനന്തപുരത്ത് രാഷ്ട്രീയം, പഴയ ആറ്റിങ്ങൽ പാർലമെന്റ് ആയിരുന്നു, പഴയ ചിറയൻകീഴ് പാർലമെന്റ് ആയിരുന്നു കഴക്കൂട്ടം. ഇപ്പോൾ അത് തിരുവനന്തപുരം പാർലമെന്റിന്റെ ഭാഗമായി മാറി. എന്നെ സംബന്ധിച്ച് ഇത് കോൺഗ്രസിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എന്റെ വ്യക്തിബന്ധങ്ങൾ അതിശക്തമായി എനിക്ക് പ്രചോദനവും പ്രേരണയും ശക്തിയും നൽകുകയാണ്. എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. യഥാർത്ഥത്തിൽ ചില സിനിമയിലെ പാട്ട് പറയുമ്പോഴല്ലേ, എന്റെ ചോര വീണ മണ്ണാണിത്. ഈ മണ്ണിൽ എന്റെ വിയർപ്പും ചോരയുമുണ്ട്. ഞാൻ ചെമ്പഴന്തി SN കോളേജിൽ നിന്നാണ് എന്റെ വിദ്യാർത്ഥി പ്രവർത്തനം ആരംഭിച്ചത്. എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ ജനപ്രതിനിധി ആയിട്ടില്ലെങ്കിലും ചെമ്പഴന്തി SN കോളേജിലും സെന്റ് സേവിയർസ് കോളേജിലും പഠിക്കാത്ത വിദ്യാർത്ഥികൾ ആരും ഇവിടെയില്ല. അതാണ് എന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. വേറെ പല പാർട്ടികളിലും പെട്ട വിദ്യാർത്ഥികളായിരിക്കും, പക്ഷെ അവർക്കെല്ലാം എന്നോടൊരു സ്നേഹമുണ്ട്. ഞാൻ ചെമ്പഴന്തി SN കോളേജിൽ കഴിഞ്ഞ 35 കൊല്ലമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റുമാണ്. അപ്പൊ നിത്യം ഒരു ബന്ധം ഈ മണ്ഡലവുമായിട്ട് എനിക്കുണ്ട്. പിന്നെ എന്റെ സുഹൃത്ത് ബന്ധങ്ങൾ, എന്റെ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ കുടുംബം ഇവിടാണ്. എന്റെ അച്ഛന്റെ കുടുംബത്തിന്റെ ഒരഗ്രം ഇതാണ്. ഇതേ ഈ വന്ന ഷാജി എന്റെ കോളേജ് മേറ്റാണ്, എന്റെ കുടുംബ ബന്ധുവാണ്. അങ്ങനെ ഒരുപാട് ഇവിടുത്തെ വിവിധ സമുദായ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ എന്റെ സഹപ്രവർത്തകരും എന്റെ സുഹൃത്തുക്കളുമാണ്. മറ്റൊന്നേ, നമുക്കറിയാം, 2 കരുത്തരാണ് എതിർ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. അതിലൊരാൾ കടകംപള്ളി സുരേന്ദ്രൻ. നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അതിലൊരു പ്രധാനി പോറ്റിയുടെ വീട്ടിലെ എന്ത് പരിപാടി നടന്നാലും പോകുന്ന ഒരു നിത്യ സന്ദർശകനാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ളത് അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രചരണ വേളയിൽ ഇത് ഉയർത്തിക്കാട്ടിയായിരിക്കോ കോൺഗ്രസിന്റെ പ്രചരണം? എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മെയിൻ സ്ലോഗൻ എന്താണ്? വിശ്വാസ സംരക്ഷണം ഒരു മെയിൻ സ്ലോഗനാണ്. അയ്യപ്പ സന്നിധാനത്തിലെ സ്വർണ്ണപ്പാളി മോഷണം നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പോ അറിഞ്ഞോ അറിയാതെയോ അയ്യപ്പന്റെ ദൃഷ്ടി LDF-ലേക്ക് ഒരു കോപത്തിന്റെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട്. അറിയാതെ LDF-ന്റെ പോസ്റ്ററിൽ തന്നെ ഒരു ക്യാപ്ഷനുണ്ട്, മറ്റാരുണ്ട്, സ്വർണം കട്ടത് മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ ഒരു ക്യാപ്ഷൻ തന്നെ അവർ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പ്രത്യേകിച്ച് ആ പാട്ട് വൈറലായ ഒരു കാലഘട്ടമാണ്. സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള ചോദ്യം അത് ആളുകളുടെ മനസ്സിലുണ്ട്. കാര്യം അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല, വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും അടിസ്ഥാന വിഷയമാണ്. അവർക്ക് പേടിയാണ്. അയ്യപ്പ സന്നിധി പോലെയുള്ള ഒരു മതേതര വിശ്വാസ കേന്ദ്രം, അവിടുത്തെ കോടാനുകോടി രൂപയുടെ സ്വർണം കട്ട് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഇതുവരെ മുഖ്യമന്ത്രി
അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റിയോടുകൂടി ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെല്ലാം കത്തിച്ചൊലിക്കുക. കാരണം ഇത്തവണ LDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ നിലവിലുള്ള MLA മാറ്റും എന്നാണ് CPM കേന്ദ്രങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അവര് പാർട്ടി കൂടി തീരുമാനിച്ചത് അങ്ങനെ മാറ്റിയാൽ നമ്മൾ ഈ സ്വർണ്ണക്കൊള്ള അംഗീകരിക്കുന്ന പോലെ ആയിപ്പോ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം പഴയ സ്ഥാനാർത്ഥി തന്നെ MLA തന്നെ മത്സരിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചതാണ്. അത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ജോലി എളുപ്പമാക്കി. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്താ ഈ ഇപ്പോഴത്തെ പാചകവാതകത്തിന്റെ ക്ഷാമം, നോട്ട് നിരോധന സമയത്ത് നമുക്കൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായില്ലേ? അതേ അരക്ഷിതാവസ്ഥയാണ്. വീടുകളിൽ ഭക്ഷണം വയ്ക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകുന്ന ചുമടെടുക്കുന്നവർ അവർക്കൊക്കെ ഒരു കവലയിൽ വന്നാൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. എല്ലാ കൊച്ചു തട്ടുകടകൾ, ചായക്കടകൾ എല്ലാം അടച്ചുപൂട്ടി. അതാണ് IT ഹബ് കൂടിയാണ്. അവിടെ പഠിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. വൻകിട ഹോട്ടലുകൾ പൂട്ടിപ്പോയിരിക്കുന്നു. അപ്പോ എല്ലാ അർത്ഥത്തിലും ഒരു സ്തംഭനം നാട്ടിലുണ്ടായിട്ടുണ്ട്. അത് കഴക്കൂട്ടത്ത് വളരെ സ്പഷ്ടമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു നരേന്ദ്രമോദി ഫാക്ട് ഒന്നും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സന്ദേശവാഹനായിട്ടാണ് ശ്രീ V മുരളീധരനൊക്കെ പണ്ടിവിടെ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ഫാക്ട് ഇപ്പൊ ഇല്ല. മറ്റൊന്നേ, ഇതിപ്പോ ഇലക്ഷന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിന്റെ ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇലക്ഷനെ ബാധിക്കുമോ? എന്താണ് അതൊക്കെ പാർട്ടി നേതാക്കന്മാർ നോക്കിക്കൊള്ളും. അതിനെക്കുറിച്ചൊരു ഞാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെപ്പോലുള്ള ഒരാൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പാടില്ല. സുധാകരനെ നമുക്കെല്ലാം ഇഷ്ടവും ആരാധനയുള്ള ആളാണ്. പക്ഷെ ആ കാര്യങ്ങൾ സംഘടനാപരമായ ബോധ്യത്തോടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൈകാര്യം ചെയ്യും. ഇപ്പോ ജയസാധ്യത കൂടുതൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഒരു ചെറിയ കാര്യമൊക്കെ ഉണ്ടായാൽ അതൊക്കെ പാച്ചപ്പ് ചെയ്യും. അതിനേക്കാൾ അപ്പുറ വിഷയം ഇപ്പൊ ശരത്ചന്ദ്ര പ്രസാദിന് സീറ്റോ സുധാകരന് സീറ്റോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സീറ്റോ എന്നുള്ളതില്ല. ജനങ്ങളെ ബാധിക്കുന്ന നീറുന്ന വിഷയങ്ങളുണ്ട്. ഈ സർക്കാർ തുടർന്നാൽ നാട്ടിലുണ്ടാകാൻ പോകുന്ന അപകടം അത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യമുണ്ട്. അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെയൊന്നും സുധാകരനൊന്നും, അതൊക്കെ ഇങ്ങനെ ഒരു പ്രചരണമാണ്. സുധാകരനെ പോലെയുള്ള ഒരു ഫൈറ്റർ അങ്ങനെ പാർട്ടി വിട്ടൊന്നും പോകില്ല. ഒരിക്കലും കഴക്കൂട്ടം റിസൾട്ട് വരുമ്പോൾ ജയിക്കും, ഉറപ്പാണ്. ഏതൊരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നു. ഞാൻ ജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മത്സരിക്കുന്നു. കാരണം ഇതെന്റെ തട്ടകമാണ്, എന്റെ വേരാണ്. ഈ ഐരൂപ്പാറ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇത് 2 മണ്ഡലങ്ങൾ ചേരുന്ന സ്ഥലമാണ്. ഇവിടെയും എന്റെ വ്യക്തിബന്ധങ്ങളും എന്റെ സുഹൃത്ത് ബന്ധങ്ങളും എന്റെ കുടുംബ ബന്ധങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്കും അറിയാം എന്റെ ബന്ധങ്ങൾ എത്രത്തോളം ആഴങ്ങളിലൂടെ ഉണ്ട് എന്നുള്ളത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴക്കൂട്ടത്ത് UDF ക്യാമ്പ് ഉള്ളത്. തന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ, തന്റെ തട്ടകമാണിത്, തന്റെ തട്ടകത്തിൽ താൻ വിജയിച്ച് കയറും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ശരത്ചന്ദ്ര പ്രസാദ് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.